ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു ഓയിൽ സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായ പാത്രങ്ങളാണ്. അപ്പോൾ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസും അതിൽ കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഈ വീഡിയോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയാണ് വാങ്ങിച്ചതെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും അടിപൊളി ബോട്ടിലാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. കയ്യിൽ പിടിച്ചിട്ട് സ്പ്രേ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് സ്പ്രേ ആയിട്ട് വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നന്നായി വരുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു നല്ലൊരു സ്റ്റീലിൻ്റെ കടായിയും ഒരു ഫ്രൈങ് പാനും വാങ്ങാനായിട്ട്. പാത്രത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവുണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് കൂടുതലും വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. അടി പിടിക്കുകയൊന്നുമില്ല, ഒരു പ്രശ്നമില്ലാതെ പോകും കുറേ നാളത്തേക്ക്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറച്ച് ഇങ്ങനെ പൊളിഞ്ഞ് വരാൻ തുടങ്ങും. നമ്മൾ എത്ര ശ്രദ്ധിച്ച് അത് വാഷ് ചെയ്തൊക്കെ എടുത്ത് വെച്ചാലും അതിങ്ങനെ കുറേ ചൂടാക്കുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് വരാൻ തുടങ്ങും. കുക്ക് ചെയ്യാൻ എപ്പോഴും മൺചട്ടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്റ്റീലിൻ്റെ പാത്രമാണല്ലോ നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ കടായി. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ പാത്രത്തിന്. നല്ല കട്ടിയുണ്ട്. ഇത് 3 ലെയറാണെന്നാണ് അവർ പറയുന്നത്. ഇന്നർ ലെയറിൽ 0.5 mm സ്റ്റീലും മിഡിൽ ലെയറിൽ അലുമിനിയവും 2.0 mm, ഔട്ടർ ലെയറിൽ 0.5 mm സ്റ്റീലുമാണ് ഉള്ളത്. അപ്പോൾ ഇതിന് നല്ലൊരു മൂടിയൊക്കെ ഉണ്ട്, അടപ്പ്. അപ്പോൾ അതും അടിപൊളിയാണ്. നമുക്ക് ഇനി പ്രത്യേകം പോയിട്ട് മൂടി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, സെറ്റാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ ഇത് നമുക്ക് വെർത്താണ്. സ്റ്റീലിൻ്റെ പാത്രമൊക്കെ വാങ്ങിയാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാമല്ലോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചീത്തയായി പോകുന്നില്ലല്ലോ. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നല്ലതായിട്ട് വരികയല്ലേ ചെയ്യുക. അടപ്പും കൂടെയുള്ള പാത്രമായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായി കേട്ടോ. എന്താണെന്ന് കറക്റ്റ് ഫിറ്റായിട്ടുള്ള അടപ്പ് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന സെറ്റാകുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല വട്ടം ഉള്ളത് കൊണ്ട് നമുക്ക് കറിയൊക്കെ ഇളക്കിയിടുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോകുമെന്നുള്ള ടെൻഷനൊന്നും കൂടാതെ ഇങ്ങനെ ചർക്കും മറക്കുന്ന ഇളക്കി കൊടുക്കാൻ പറ്റും. വെയിറ്റിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ്. നല്ല വെയിറ്റാണ് കേട്ടോ. ഇപ്പോൾ ഒറ്റ കൈ കൊണ്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്ത് 2 കൈ കൊണ്ട് പിടിച്ചാണ് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് എന്താണ് എഴുതി വെച്ചേക്കണേന്ന് നമുക്ക് നോക്കാം. നമുക്ക് കെൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ കപ്പാസിറ്റി 2.3 ലിറ്ററാണ്. അതുപോലെ അതിൻ്റെ വട്ടം എന്ന് പറഞ്ഞാൽ 26 സെൻറ്റിമീറ്ററാണ്. ഇതിൽ MRP 2950 രൂപയാണ്. നമ്മൾ വാങ്ങിയത് 1869 രൂപയ്ക്കാണ്. കുറച്ച് ഓയിലൊക്കെ മതി എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഹാൻഡിലേക്ക് അങ്ങനെ ചൂടൊന്നും വരുന്നില്ല കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. സ്റ്റീലാകുമ്പോൾ ചൂട് പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഹാൻഡിലേക്ക് ചൂട് വരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ നമ്മൾ വേറെ തുണി കൂട്ടിയിട്ട് അതിൻ്റെ ഹാൻഡിലിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ പാത്രങ്ങൾ. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. പക്ഷേ വെയിറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്കിത് ഈസിയാണ്, പെട്ടെന്ന് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കാനൊക്കെ. ഡിഷ് വാഷറിൽ വെക്കാനും പറ്റും. ഡിഷ് വാഷർ സേഫാണ്. ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റും. കുക്ക് ചെയ്യണ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലും മനസ്സിലാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യണ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് അടിയിൽ അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ കുറേ നേരം ഇട്ടൊക്കെ നോക്കി. എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ജിഞ്ചറൊക്കെ ഇടുമ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അത് അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ. ഗെയിൽ ഗ്യാസിന് കുറ്റിയിലെ ഗ്യാസിനേക്കാളും ചൂട് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പാത്രം ഗെയിൽ ഗ്യാസിൻ്റെ ആ ചൂടിനും ഓക്കെയാണ്. കുറേ പ്രാവശ്യം ഈ പാത്രങ്ങൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. എന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പാത്രം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയണമെങ്കിൽ, പ്രശ്നം എന്ന് അതിനെ പറയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് പറയാനുള്ള ഒരു കാര്യം ഇതിൻ്റെ വെയിറ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് പാത്രത്തിന് വെയിറ്റ് വന്നത് എനിക്ക് തോന്നണത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കട്ടി കുറഞ്ഞിരുന്ന അതിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് 3 ലെയറാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ പാത്രം അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ പാത്രത്തിന് വെയിറ്റും ഉള്ളത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് പറയാനില്ല, നല്ലതാണ്. നിങ്ങളൊരു ഫ്രൈങ് പാൻ അല്ലെങ്കിൽ ഒരു കടായിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ. ഇത് അടിപൊളിയാണ്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഞാനപ്പോൾ അത് വെയിറ്റിൻ്റെ കാര്യം ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അടിയിലൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ആ വെയിറ്റ് അതൊരു പ്രശ്നമായിട്ട് ഫീൽ ആയിട്ടില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ അവിടെ പറയണമല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. 2 കൈ കൊണ്ട് എടുക്കണമെന്നേ ഉള്ളൂ.
ഇത് സ്റ്റീലായതുകൊണ്ട് നമുക്ക് ഡിഷ് വാഷറിൽ വെച്ചിട്ട് കഴുകിയെടുക്കാം. ഡിഷ് വാഷർ സേഫാണ്. അതുപോലെ നമുക്ക് കയ്യിൽ പിടിച്ച് കഴുകാനും നല്ല എളുപ്പമാണ് കേട്ടോ ഈ പാത്രം. നമ്മൾ മേടിച്ച ഓയിൽ സ്പ്രേ ബോട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജസ്റ്റ് നോക്കാം. ഇതിൽ ഓയിൽ മാത്രമല്ല കേട്ടോ, വിനീഗറൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് തലയും കുത്തി പിടിച്ചാൽ പോലും ഇത് ലീക്ക് ആവില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ബോട്ടിലാണിത്. BBQ സ്പെഷ്യൽ ക്രിസ്പി കോൺ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ ചട്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചുള്ള കഴിക്കലുകളില്ല ഇപ്പോൾ. എയർ ഫ്രയറിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത സാധനങ്ങൾ കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാറ്. ഇത് നമ്മുടെ അപ്പച്ചട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു ചെറുതാണ്. പാലപ്പവും അല്ലാതെ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നോൺ സ്റ്റിക്കാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പാത്രം മാത്രമാണ് നോൺ സ്റ്റിക്കിൻ്റെ ഉള്ളൂ. ബാക്കി എല്ലാം ഒഴിവാക്കി ഞാൻ നോൺ സ്റ്റിക്ക് വേണ്ടാന്നുള്ള ഇതിൽ. അപ്പോൾ അപ്പവും പാലപ്പവും ഒക്കെ ഇടയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ പെട്ടെന്ന് വിട്ട് കിട്ടാനൊക്കെ. അങ്ങനെ വാങ്ങിയതാണ്. നല്ലതാണ് കേട്ടോ. ഇത് ക്യൂട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയാണ്. ഞാൻ പാലപ്പമൊക്കെ ഉണ്ടാക്കി നോക്കി, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അപ്പച്ചട്ടി ഒഴികെ ബാക്കി എല്ലാം സ്റ്റീൽ പാത്രമാണ്. ഞാൻ ഫുള്ള് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറി. ചെയ്യാൻ അതാണല്ലോ സേഫും നല്ലതും സ്റ്റീൽ. പിന്നെ എനിക്ക് ഡിഷ് വാഷറിൽ വെക്കാനുള്ള സൗകര്യമൊക്കെ നോക്കി